മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നാക്കി കുഴച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോഴേ ബിരിയാണിക്കുള്ള ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ രീതിയിൽ കട്ട് ചെയ്ത് തരും. അപ്പോൾ എനിക്ക് ആ രീതിയിൽ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നന്നായി കുഴച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിവിടെ 6 വലിയ ഉള്ളി 2 തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. അത് നന്നാക്കി കട്ട് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. 7 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, അതേപോലെ തന്നെ ഇഞ്ചി അതും കൂടെ ഞാൻ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശെ ഉള്ളി ഇട്ടിട്ട് ഞാനത് ബ്രൗൺ കളർ ആവുന്ന വിധത്തിൽ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തു, 1/2 സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു. ഈ പഞ്ചസാര ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ചിക്കൻ കുഴച്ചപ്പോൾ ഞാൻ ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കാൻ മറന്നുപോയി. അങ്ങനെ ഒരു ചെറുനാരങ്ങയുടെ നീരാട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതുകൂടെ ഞാൻ നന്നായിട്ട് കുഴച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഇതാ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ആ റോസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കായ, പട്ട, ഗ്രാമ്പു, കത്തോലിക്ക അത്രയും സാധനങ്ങൾ ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇതാ കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി, 2 ഉള്ളി വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2 തക്കാളി ഉണ്ടായിരുന്നല്ലോ, അത് കട്ട് ചെയ്തും കൂടെ ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ ഇതാ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഇതിലേക്ക് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ ഒരു 1/2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈരും കൂടെ ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് ഏകദേശം ഒരു 1/2 കപ്പോളം തൈര് ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പുതിനയുടെ ഇല, മല്ലിയുടെ ഇല, അതായത് മല്ലിച്ചെപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ തക്കാളിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം തന്നെ അതിലേക്ക് പൊങ്ങി വന്നോളും. പിന്നെ അതാ ഈ ഉള്ളി നമ്മൾ വറുത്ത് കോരിയെടുത്തുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് ഞാൻ കുറേശ്ശെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ വേറെടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വെതറി കൊടുത്ത് നന്നായി കുഴച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശമൊക്കെ തള വന്നതിന് ശേഷം അതാ നമ്മുടെ ഈ വെള്ളമൊക്കെ ഇതിലിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഗ്രേവി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. കാരണം നമുക്ക് റൈസിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ പീസൊക്കെ ഒന്ന് വെന്തോ നോക്കുകയാണ്. ഏകദേശം ഒരു ഹാഫ് വേവിലൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ 1.5 കിലോ അരിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അരി നന്നാക്കി കഴുകിയ വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഞാൻ വെള്ളം വെച്ചു. അതിലേക്ക് 1 സ്പൂണ് ഡാൽഡയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏലക്കായും പട്ടയും ഗ്രാമ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരി ഞാൻ കഴുകിയത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട്, നമുക്കതൊരു ഹാഫ് വേവ് ആവുന്ന വിധത്തിൽ നമുക്കത് ഊറ്റിയെടുക്കണം.
ചിലർ നമ്മൾ ഈ നെയ്ച്ചോറൊക്കെ പോലെ വെച്ചിട്ടാണ് ഇതിലേക്ക് ഇടുക. പക്ഷെ ഞാനിങ്ങനെ ഊറ്റിയെടുക്കുക ചെയ്യുക കേട്ടോ. അങ്ങനെ ഉള്ളരി ഉള്ളരി പൊട്ടരുത്, എന്നാൽ ഏകദേശം ആവും വേണം. അങ്ങനെ ഞാൻ ഊറ്റി ചിക്കൻ്റെ പീസിലേക്ക് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയിട്ടുള്ള ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ റൈസ് ഇട്ട് കൊടുത്തു. അങ്ങനെ അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിച്ചപ്പും പുതിനയുടെ ഇലയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാത്ത കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു. 1/2 kg നെയ്യ് അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ അതും കൂടെ ഞാൻ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ദമ്മിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് കനലുണ്ടെങ്കിൽ നല്ല സുഖമാണ്. ഇതിന് മുകളിൽ ദമ്മിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുകളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്നു നോക്കി. നല്ല സ്മെല്ലുണ്ട്, ബിരിയാണിയുടെ നല്ല സ്മെല്ലുണ്ട്. അതേപോലെ തന്നെ പാകത്തിന് വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.